ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ വാദങ്ങൾ സമർപ്പിച്ചിരിക്കുന്നു. 17 പേജുള്ള സത്യവാങ്മൂലമാണ് സംസ്ഥാന സർക്കാർ സമർപ്പിച്ചിട്ടുള്ളത്. അച്യുതൻ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. അച്യുതൻ, ഭരണഘടനാ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരുന്നു പ്രധാനമായും കോടതി മുന്നോട്ട് വെച്ചത്. ഇതിൽ ആചാരപരമായ വിഷയങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ തീരുമാനമെടുക്കട്ടെ എന്ന മുൻനിലപാട് തന്നെയാണോ കോടതിയിൽ ഇപ്പോൾ സമർപ്പിക്കുന്നത് സർക്കാർ? അസിത, ഈ 17 പേജുള്ള വാദങ്ങളാണ് സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഈ 17 പേജിൽ നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട 7 ഭരണഘടനാ വിഷയങ്ങളുണ്ടായിരുന്നു. ആ 7 ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ കൂടി സംസ്ഥാന സർക്കാർ ഇപ്പോൾ വാദം സമർപ്പിച്ചിരിക്കുകയാണ്. അതായത് ഒരു പ്രത്യേക മതാചാരമോ വിശ്വാസമോ യുക്തിയെയോ വികാരത്തെയോ ആകർഷിക്കുന്നുണ്ടോ എന്നതല്ല, മറിച്ച് ആ വിശ്വാസം മതത്തിന്റെ, തൊഴിലിന്റെയോ ആചാരത്തിന്റെയോ ഭാഗമായി യഥാർത്ഥമായും മനസാക്ഷിപരമായും നിലനിർത്തുന്നുണ്ടോ എന്നതായിരിക്കണം എന്നാണ് ഇപ്പോൾ സംസ്ഥാനം ഈ ഒരു വാദത്തിലൂടെ ഉന്നയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഏതെങ്കിലും മതാചാരത്തെക്കുറിച്ചുള്ള ഏതൊരു ജുഡീഷ്യൽ റിവ്യൂവും ആ മതത്തിലെ മതപണ്ഡിതരുമായി, അല്ലെങ്കിൽ അതേത് മതമാണോ ആ മതത്തിലെ മതപണ്ഡിതരുമായും ഒപ്പം തന്നെ പ്രശസ്തരായ സാമൂഹിക പരിഷ്കർത്താക്കളുമായി വിപുലമായ കൂടിയാലോചനയ്ക്ക് ശേഷമായിരിക്കണം. അതായത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാനം നൽകിയ സത്യവാങ്മൂലം, ആ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നത് ശബരിമല വിഷയത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇത്തരത്തിൽ നേരത്തെ നൽകിയതിൽ പറഞ്ഞിരുന്ന നിലപാടെന്നുള്ളത് ശബരിമലയിൽ ആരെയും വിലക്കരുത്. ഒപ്പം തന്നെ പറഞ്ഞിരുന്നു ഈ മതപണ്ഡിതർ, ഈ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട മതപണ്ഡിതരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സമിതി രൂപീകരിച്ച ആ സമിതി ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കട്ടെ എന്നതായിരുന്നു സംസ്ഥാനം അറിയിച്ചത്. എന്നാൽ ഇത്തവണ സംസ്ഥാന സർക്കാർ ഈ വാദം നൽകുമ്പോൾ അതിൽ ഈ ആരെയും വിലക്കരുത് എന്നുള്ള ഭാഗം അത്തരമൊരു പരാമർശമില്ല, മറിച്ച് മറ്റ് പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അതായത് മതപരമായ ഇത്തരം കാര്യങ്ങളിൽ പണ്ഡിതന്മാരുടെയും പ്രശസ്തരായ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും വിപുലമായ കൂടിയാലോചനയ്ക്ക് ശേഷം മാത്രമായിരിക്കണം ഒരു ജുഡീഷ്യൽ റിവ്യൂയിലേക്ക് കടക്കേണ്ടത് എന്ന തരത്തിലാണ് ഇപ്പോൾ സംസ്ഥാനം ഇത്തരമൊരു വാദം സമർപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ 2007 എതിർ സത്യവാങ്മൂലത്തിലെ വാദം അതായത് ഞാൻ ഈ പറഞ്ഞ ഭാഗം ഈ നിലവിൽ സമർപ്പിച്ചിരിക്കുന്ന വാദത്തിലും സംസ്ഥാനം ആവർത്തിക്കുന്നുണ്ട്. സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും മതപണ്ഡിതരുടെയും അഭിപ്രായങ്ങൾ ഒരു നിഷ്പക്ഷ അധികാരി എന്ന നിലയിൽ വിലയിരുത്തിയ ശേഷം കോടതി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണം എന്നതാണ് സംസ്ഥാനം ഇപ്പോൾ ഈ വാദങ്ങൾ എഴുതി നൽകിയ വാദങ്ങളിൽ പ്രധാനമായും പറയുന്നത്. അതായത് ഈ നേരത്തെ ഈ വിഷയത്തിൽ 2007 സംസ്ഥാന സർക്കാർ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട നൽകിയ സത്യവാങ്മൂലത്തിൽ അതിൽ ഒരു വരി, ആ വരിയെക്കുറിച്ച് പരാമർശിക്കുന്നില്ല. അതായത് ഈ ശബരിമലയിൽ ആരെയും വിലക്കരുത് എന്നുള്ള പരാമർശം ഒഴിവാക്കിക്കൊണ്ട് മറിച്ച് പഴയ കാര്യങ്ങൾ വീണ്ടും സർക്കാർ ആവർത്തിക്കുന്നുണ്ട്. മതപണ്ഡിതരുടെ ഏറ്റവും പ്രധാനം ഈ തുല്യതയുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ നിലവിൽ ആ വിഷയത്തിൽ സർക്കാർ ഒരു നിലപാട് എടുക്കുന്നില്ല എങ്കിൽ പോലും സർക്കാരിന് അതിലുണ്ടായിരുന്ന ഒരു നല്ല നീക്കം എന്ന് പറയുന്നത് ഈ ഭരണഘടനാ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാത്രം ഉത്തരം നൽകിയാൽ മതി എന്നുള്ളതായിരുന്നു. അപ്പോൾ തുല്യതയുമായി ബന്ധപ്പെട്ട വിഷയം പൂർണ്ണമായും ഒഴിവാക്കി ഭരണഘടനാ ചോദ്യങ്ങൾക്ക് മാത്രമാണോ സർക്കാർ ഉത്തരം സമർപ്പിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും വസ്തുത, അതായത് 7 ഭരണഘടനാപരമായ വിഷയങ്ങൾ സുപ്രീം കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുൻനിർത്തിയിരുന്നു. അതായത് തുല്യതയും ഒപ്പം തന്നെ മതസ്വാതന്ത്ര്യവും തമ്മിലുള്ള ഒരു പ്രശ്നങ്ങൾ. അതിൽ ഈ 7 വിഷയങ്ങളും പരസ്പരം കുരുങ്ങിക്കിടക്കുന്ന ഭരണഘടനാ വിഷയങ്ങളാണ്. അപ്പോൾ ഇതിലാണ് കക്ഷികളോട് ഈ 7 വിഷയങ്ങളിൽ സുപ്രീം കോടതി വാദങ്ങൾ സമർപ്പിക്കാനായി ഇന്ന് അവസാന ദിവസം നൽകിയിരുന്നത്. അതിന്റെ ഭാഗമായാണ് സംസ്ഥാന സർക്കാരും ഈ 7 വിഷയങ്ങളിൽ ഇപ്പോൾ ഈ ഒരു വാദം നൽകിയിരിക്കുന്നത്. അതിൽ ഏറെ പ്രധാനപ്പെട്ടത് എന്ന് പറയുകയാണെങ്കിൽ അന്ന് 2007 സംസ്ഥാന സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിലെ ചില കാര്യങ്ങളാണ് സർക്കാർ വീണ്ടും ഇപ്പോൾ ആവർത്തിച്ചിരിക്കുന്നത്. അതായത് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ശബരിമലയിലേക്ക് വരുമ്പോൾ അവിടെ മതപണ്ഡിതരുടെയും സാമൂഹിക പരിഷ്കർത്താക്കളുടെയും അഭിപ്രായങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് കടക്കണം. കോടതി ഒരു നിഷ്പക്ഷ അധികാരി എന്ന നിലയിൽ അത്തരം കാര്യങ്ങൾ വിലയിരുത്തി ആ തീരുമാനത്തിലേക്ക് കടക്കണം.
നടപ്പാക്കണം എന്നാണ് സംസ്ഥാനം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നൽകിയിരിക്കുന്നത് വാദങ്ങളാണ്. ഇനി ഈ കോടതി ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ശബരിമലയിലെ യുവതി പ്രവേശനത്തെ സർക്കാർ അനുകൂലിക്കുന്നുണ്ടോ എതിർക്കുന്നുണ്ടോ എന്നൊരു നേരിട്ടുള്ളൊരു ചോദ്യം വന്നാലായിരിക്കും സർക്കാർ കുറച്ചുകൂടി കുരുക്കാവുന്നത്. അവിടേക്ക് വരുമ്പോൾ പക്ഷേ ആ ഒരു ചോദ്യം സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ നേരിടേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ അച്യുതൻ? ഏറ്റവും പ്രധാനം ഈ ഭരണഘടനാ വിഷയങ്ങൾ മാത്രമാണ് നിലവിൽ ഈ ബെഞ്ച് പരിഗണിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ തന്നെ ശബരിമല മാത്രമല്ല, ഈ ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട അനവധി വിഷയങ്ങളിൽ മാത്രമായാണ് ശബരിമല വരുന്നത്. സ്വാഭാവികമായും ഈ ഭരണഘടനാ ചോദ്യങ്ങൾക്ക് ഉത്തരം സമർപ്പിച്ചു കഴിഞ്ഞാൽ ശബരിമലയുമായി ബന്ധപ്പെട്ട റിവ്യൂ വീണ്ടും 5 അംഗ ബെഞ്ചിലേക്ക് പോകുന്ന സാഹചര്യമാണല്ലോ ഉള്ളത്. അപ്പോൾ നിലവിൽ ഈ യുവതീ പ്രവേശനത്തിൽ സർക്കാർ നിലപാട് എന്ത് എന്ന ചോദ്യത്തിന് ഒരു ഡയറക്റ്റ് ഉത്തരം സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ? ആർ അച്യുതനാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഇപ്പോൾ നിലപാട് അറിയിച്ചിരിക്കുന്നു. 17 പേജുള്ള സത്യവാങ്മൂലമാണ് സമർപ്പിച്ചിരിക്കുന്നത്. ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അതാത് ബോഡികൾ, പ്രത്യേകിച്ചും മതപണ്ഡിതർ അടങ്ങുന്ന സമിതികളാണ് തീരുമാനമെടുക്കേണ്ടത്. അതിൽ സർക്കാരിന്റെ നിലപാടിൽ പ്രസക്തിയില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഈ ആചാരവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ചോദ്യങ്ങൾ, ആർട്ടിക്കിൾ 25മായി ബന്ധപ്പെട്ട 7 ചോദ്യങ്ങളായിരുന്നു സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിരുന്നത്. ഈ ചോദ്യങ്ങൾക്കാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ മറുപടി സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനം തുല്യതയുമായി ബന്ധപ്പെട്ട മുൻ നിലപാട് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ആവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. പകരം ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ പരിക്കുകളൊന്നുമില്ലാതെ, പ്രത്യേകിച്ചും ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ്, അപ്പോൾ പരിക്കുകളൊന്നുമില്ലാതെ ഈ ഭരണഘടനാ ചോദ്യങ്ങൾക്ക് മാത്രം സർക്കാർ ഇപ്പോൾ ഉത്തരം സമർപ്പിച്ചിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.